ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ചില മോശം കളികളുടെയും തോൽവിയുടെയും പൂർണ്ണ ഉത്തരവാദിത്വം ഋതുരാജ് ഗെയ്ക്വാദിന് തന്നെയാണെന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനമുണ്ട്. ഋതുരാജിന്റെ ബാറ്റിംഗ് തന്നെയായിരുന്നു പലരും വിമർശനം ഉന്നയിച്ച പ്രധാന കാര്യങ്ങളിലൊന്ന്. IPL-ലെ ജീവൻ മരണ പോരാട്ടത്തിൽ ടെസ്റ്റ് ശൈലിയിലുള്ള ഇന്നിംഗ്സുമായി വൻ ഫ്ലോപ്പായി മാറി എന്നാണ് ഋതുരാജ് ഗെയ്ക്വാദിനെ സോഷ്യൽ മീഡിയ വിശേഷിപ്പിച്ചത്. മുൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ സാബ കരീം ഋതുവിന്റെ സ്ലോ ബാറ്റിംഗിനെ കമന്ററിക്കിടെ അതിരൂക്ഷമായി വിമർശിച്ചതും ചർച്ചയായി. സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് എത്തിയത് ഋതുരാജിനെ കുറച്ചൊന്നുമല്ല സമ്മർദ്ദത്തിൽ ആഴ്ത്തിയത് എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരുടെ പക്ഷം. അടുത്ത IPL-ൽ ചെന്നൈയുടെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെയായിരിക്കുമെന്ന് ആരാധകരും പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ കളിയിൽ അതിദയനീയമായ ബാറ്റിംഗ് തന്നെയാണ് ഋതുരാജ് ഗെയ്ക്വാദ് കാഴ്ചവെച്ചത്. 21 ബോളിൽ 15 റൺസ് മാത്രം നേടിയാണ് ഋതുരാജ് ക്രീസ് വിട്ടത്. ഒറ്റ 4ഓ 6ഓ പോലും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നില്ലെന്നതാണ് അമ്പരപ്പിക്കുന്ന കാര്യം. 71.42 എന്ന ദയനീയ സ്ട്രൈക്ക് റേറ്റിലാണ് ഋതുരാജ് ബാറ്റ് വീശിയത്. ഒടുവിൽ SRH നായകൻ പാറ്റ് കമ്മിൻസിന്റെ ബൌളിംഗിൽ ഇഷാൻ മലിംഗയ്ക്ക് ക്യാച്ച് സമ്മാനിച്ച് അദ്ദേഹം ക്രീസും വിട്ടു.